നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നും എന്ത് വിട്ടുകളയണം എന്നും എന്ത് അംഗീകരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നോക്കാം. 3 കാർഡുകളാണ് എടുക്കുന്നത്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾ, ഏസ് ഓഫ് വാണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡുകളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ സ്വീകരിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്ന വ്യക്തിയാണ് എന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ആ പരിശ്രമത്തിന് അനുസരിച്ചുള്ള ഒരു വിജയം ചില സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നതാണ് കാണുന്നത്. പണം സൃഷ്ടിക്കാനും വളർച്ച നേടാനുമുള്ള കഴിവുകളാണ് നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. അതിനു വേണ്ടിയുള്ള പുതിയ മാർഗങ്ങൾ, തൃപ്തി നൽകുന്ന, പണം സൃഷ്ടിച്ച് തൃപ്തി നൽകുന്ന മാർഗങ്ങൾ കണ്ടെത്തുവാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ വിട്ടുകളയേണ്ട കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഏസ് ഓഫ് വാണ്ട് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാണ്ട് പുതിയ ജോലി സ്വീകരിക്കുവാൻ പോകുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് അറിയാതെ പെട്ടെന്ന് എടുത്തു ചാടിയുള്ള ഒരു തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ദോഷത്തിലേക്ക് എത്തിക്കാം എന്ന് കാണുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള പെട്ടെന്നുള്ള ഒരു തീരുമാനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ എടുക്കാതെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് സ്വീകരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് പുതിയ ജോലി, വ്യാപാര ബന്ധം, ഇതേപോലെയുള്ള ജീവിതത്തിൽ പുതിയ ഓപ്പണിങ്സ് വരും. പക്ഷേ അതിൽ ശ്രദ്ധ വേണം എന്നതാണ് കാണുന്നത്. ഇനി നിങ്ങൾ അംഗീകരിക്കേണ്ടത്, നിങ്ങൾ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ഭാഗ്യം അല്ലെങ്കിൽ വിധി, ചില വിധികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വച്ചിട്ടുള്ളതാകാം. ആ ഒരു വിധി നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാവണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു മാറ്റത്തിൻ്റെ അവസരം തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ആ മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. അത് എന്തു തന്നെയായാലും നമ്മളുടെ ജീവിതത്തിൽ പിന്നീട് ഉയർച്ചയുണ്ടാകും എന്ന പ്രതീക്ഷയോടു കൂടി തന്നെ നമുക്ക് ജീവിതത്തിലെ ആ മാറ്റങ്ങളെ സ്വീകരിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.